ഹലോ ഫ്രണ്ട്സ്, പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞാൻ തോൺലയിലെത്തി. ഇന്ന് കഴിഞ്ഞ വീഡിയോ തോൺലയിലേക്ക് പോവാണല്ലോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ തോൺലയിലെത്തി. അവിടുന്ന് ഞാൻ സ്റ്റേഷനിൽ ഇറങ്ങാൻ പോവാണ്. ഡോർ കണ്ട ഓട്ടോമാറ്റിക്കലി തുറന്നു. നമ്മൾ ഇറങ്ങി. അങ്ങനെ തോൺലെ റെയിൽവേ സ്റ്റേഷന്റെ കാഴ്ചകളാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഇത് നമ്മൾ വന്ന ട്രെയിൻ തന്നെ. ആ ട്രെയിനിന്റെ ഒരു രൂപമാണ് ഇത്. ഡിസൈൻ അതിന്റെ നമ്മളെ നാട്ടിലെ ട്രെയിൻ പോലെയല്ല. ഫുൾ ഗ്ലാസും നല്ലൊരു ഡിസൈനാണ് ഇവിടുത്തെ ട്രെയിനിൻ്റെയൊക്കെ. സ്റ്റേഷനും അങ്ങനെ തന്നെ. ഒരു സാധാരണ സ്റ്റേഷനാണ്, മെയിൻ സ്റ്റേഷനൊന്നുമല്ല. പക്ഷെ എന്നാലും എബവ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിൽ ഇവിടുത്തെ എല്ലാ അറേഞ്ച്മെന്റും സ്ട്രക്ചേഴ്സൊക്കെ അടിപൊളിയാണ്. നിലത്തൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടത് അതൊക്കെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കളേർഡ് ലൈൻസിൻ്റെ യെല്ലോ ബ്ലൂ വെച്ചിട്ടുണ്ട്. ആ യെല്ലോ ലൈനിൻ്റെ ഇപ്പുറത്തേ നമ്മൾ നിൽക്കാൻ പാടുള്ളൂ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ട്രെയിൻ നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് ബൈ ബൈ പറഞ്ഞ് പോവാണ്. അതുപോലെ തന്നെ ഈ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് ഒക്കെ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. എല്ലാ സ്റ്റേഷനിലും ഉണ്ട്. അവർക്ക് കയറാനും ഇറങ്ങാനും ഉള്ള ഒക്കെ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതാണ് തോൺലെ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പുറത്തും പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ട്. ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. വേസ്റ്റ് ഒക്കെ ഇടാനുള്ള സൗകര്യമുണ്ട്. സ്റ്റെയർ ഫെസിലിറ്റി ഉണ്ട്. ലിഫ്റ്റ് ഉണ്ട്. പിന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഉണ്ട്. നല്ല ക്ലിയർ സ്കൈ ആണ്. ഇത് ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ്. ഏത് ട്രെയിൻ വരും, എത്ര സമയം എടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാക്കുന്ന ഡിജിറ്റൽ ഡിസ്പ്ലേ ഉണ്ട്. ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്പേസ് ആണത്. ഇതാണ് പുറത്തേക്കുള്ള വഴി. ഇവിടെ പ്ലാൻ യുവർ ട്രിപ്പ്, അതായത് നമ്മൾ സിഡ്നിയിൽ എങ്ങനെയാണ് പോകേണ്ടത്, നമ്മൾ റൂട്ട് നോക്കി പ്ലാൻ ചെയ്യാൻ പറ്റും. ഇതാണ് ഒപ്പാൽ കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ടിക്കറ്റ് നമ്മൾ ട്രെയിൻ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ എൻട്രി എക്സിറ്റ് ചെയ്യേണ്ട ഒരു സംവിധാനമാണ്. പിന്നെ അതുപോലെ തന്നെ എമർജൻസി പോയിന്റ് അഥവാ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് എഴുതിയിട്ടുണ്ട്. പിന്നെ സാനിറ്റൈസേഷൻ ഫെസിലിറ്റി ആണ്. പിന്നെ ഇതാണ് ഒപ്പാൽ കാർഡ്. ഞാൻ ഓൾറെഡി കാർഡ് ടാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് യു ഓൾറെഡി ടാപ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ ഒരിക്കൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ അക്കൗണ്ടിൽ നിന്ന് കാർഡിൽ ഉള്ള പൈസ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റ് ആവും. അങ്ങനെ ഡിഡക്റ്റ് ആവും. ഞാൻ അങ്ങനെ ഇവിടെ ഈ ബ്രിഡ്ജ്, അതായത് പ്ലാറ്റ്ഫോംസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജിന്റെ മുകളിൽ കയറിയിട്ടുള്ള ഒരു വ്യൂ ആണിത്. ഇത് സ്റ്റേഷന്റെ വ്യൂ. നേരെ ഓപ്പോസിറ്റിൽ കുറേ മരങ്ങളുണ്ട്. അതിന്റെ അപ്പുറത്ത് റോഡാണ്. പിന്നെ പ്ലാറ്റ്ഫോംസിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലിഫ്റ്റ് ഫെസിലിറ്റിയും ഉണ്ട്. ആൾക്കാർക്ക് നടക്കാൻ കഴിയാത്ത ആൾക്കാർക്കൊക്കെ, വീൽ ചെയർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇതാണ് ലിഫ്റ്റ്. ലിഫ്റ്റിലേക്ക് കയറേണ്ട സ്പേസ് ആണിത്. പിന്നെ ഒരു വലിയ പാസേജ് ആണ്, വലിയൊരു ബ്രിഡ്ജാണ്. 3 പ്ലാറ്റ്ഫോംസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. ഞാൻ പുറത്തേക്ക് ഇറങ്ങാണ്. ഇതിന്റെ ഈ ട്രെയിൻ സ്റ്റേഷന്റെ അടുത്ത് തന്നെയാണ് ഞാൻ പോകാൻ പോകുന്ന ചേച്ചിയും ചേട്ടനൊക്കെ താമസിക്കുന്നത്. അപ്പോൾ ചേച്ചി എന്നെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് നമ്മൾ പുറത്തേക്ക് എക്സിറ്റ് ചെയ്യുന്നതാണ്. അശ്വതി എന്നാണ് ചേച്ചിയുടെ പേര്. ചേട്ടന്റെ പേര് പ്രവീൺ. അവർക്കൊരു മോനുണ്ട്. അവർ 7 വർഷമായി സിഡ്നിയിൽ വന്നിട്ട്. അവരിവിടെ സിറ്റിസൺഷിപ്പ് ഒക്കെ നേടിയിട്ടുള്ള ആൾക്കാരാണ്. കണ്ണൂരിൽ തന്നെയാണ് അവരുടെ ഫാമിലി. നമ്മൾ ഫാമിലി ഫ്രണ്ട്സ് ആണ്. അപ്പോൾ അങ്ങനെ ചേച്ചിയും ചേട്ടനെയും വിസിറ്റ് ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ ഇവിടത്തേക്ക് വന്നതാണ്. ഇത് നമ്മൾ പുറത്തേക്ക് പോകുന്ന സ്ഥലമാണ്. ഉം. ഇവിടുന്ന് നമുക്ക് നടന്നു വന്നാൽ അവിടെ ഇരിക്കാൻ ചെയറുണ്ട്. അവിടുന്നും ലിഫ്റ്റ് ഉണ്ട്, സ്റ്റെപ്പ് ഉണ്ട്. പിന്നെ എല്ലാ സ്ഥലത്തും ഒരു ട്രെയിനും പോകുന്നുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ. ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. സ്കൈ ഫുൾ സൂപ്പർ ആൻഡ് ക്ലിയർ സ്കൈ ആണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ചേച്ചി എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ക്യാമറ കുറച്ച് ഷൈ ആയതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ആൾക്കാരെ ആരും എടുത്തില്ല. പോയപാട് ചേച്ചി നല്ലൊരു ചായ ഇട്ടു തന്നു. എനിക്ക് ഏലക്കായൊക്കെ ഇട്ടിട്ട് നല്ല ചായ. ഫുൾ ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മണി പ്ലാന്റ്, ബുദ്ധ, പിന്നെ നമ്മളെ സ്നേക്ക് പ്ലാന്റ്, എന്താ പറയാ, സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു നല്ലൊരു വൈബായിരുന്നു അവിടെ പോയപ്പോൾ. പിന്നെ എല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഇൻഡോർ ഔട്ട്ഡോർ ഫുൾ പ്ലാന്റ്സ്, സ്പൈഡർ പ്ലാന്റ്, അങ്ങനെ തുളസി, പിന്നെ നല്ല ഫ്ലവറിങ് പ്ലാന്റ്സ്. ഇവിടെ സ്പ്രിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാ പൂക്കളൊക്കെ ഫ്ലവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നല്ലൊരു ബാൽക്കണി ഉണ്ട്. ഈ ബാൽക്കണി നമുക്ക് നേരെ ഓപ്പോസിറ്റ് റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ പോകുന്നത്. പിന്നെ ആകാശമൊക്കെ കണ്ടോ, എന്ത് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ ചെടികളൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ തരുന്നൊരു സ്പേസ് ആണ് ഇവരുടെ വീട്. അപ്പം ചേച്ചി കുക്കിംഗ് ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ രണ്ടാളും അവരെ മോൻ സ്കൂളിൽ നിന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് പോയി. ചേച്ചി നല്ല അടിപൊളി നല്ലോണം ഡ്രൈവ് ചെയ്യും. പൊതുവെ എനിക്ക് സ്ത്രീകളൊക്കെ ഡ്രൈവ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് അതൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു സംഭവമല്ലേ. നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് സ്ത്രീകൾ ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉണ്ട്. വീട്ടിൽ നിന്നൊക്കെ പണ്ടൊക്കെ ഓടിക്കായിരുന്നു. പിന്നെ ആ ട്രാക്ക് വിട്ട് ഡ്രൈവ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഒരു
ആഗ്രഹമുള്ളൊരു കാര്യമാണ്. അതുപോലെ എല്ലാ സ്ത്രീകളും ഡ്രൈവ് ചെയ്യുക. ഹസ്ബൻഡ്സ് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുക, ഡ്രൈവ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യുക. എല്ലാവരും എംപവേർഡ് ആവട്ടെ. അങ്ങനെയല്ലേ വേണ്ടത്. എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയണല്ലോ. അപ്പൊ ഇതാണ് ഇവിടുത്തെ കാഴ്ചകള് കേട്ടോ. നമ്മള് വണ്ടിയില് പോവാണ്, മുന്നോട്ട് പോവാണ്. എല്ലാം ചെടികളൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടീട്ട്. ട്രാഫിക് ഒക്കെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് ആൾക്കാര്. അങ്ങനെ ഹറി ബറി ഒന്നുമില്ല. പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പൊ സ്കൂൾസ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ബോർഡ് ഉണ്ടാവും. സ്കൂൾസ് ഓൺ നിയർ, സ്പീഡ് ലിമിറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ആൾക്കാര് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് മോന്റെ സ്കൂളിലേക്ക് പോവാണ്. അവിടെ നമ്മള് പോയി കഴിഞ്ഞിട്ട് നമ്മളെ കയ്യില് അവരുടെ നെയിം സ്ലിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ആ കുഞ്ഞിനെ നമ്മളെ കൂടെ വിടുള്ളൂ. അങ്ങനെയുള്ള കുറേ റൂൾസ് ഇവിടെയുണ്ട്. അതും പ്രിൻസിപ്പൽ തന്നെയാണ് കുട്ടികളെ ഓരോരോ പാരന്റിനെ ലേക്ക് വിടുന്നത്. അതായത് ലൈൻ ക്യൂവിൽ നിർത്തിയിട്ട് അവര് അവരെ പാരന്റ് ആണോ കൺഫേം ചെയ്തിട്ട് മാത്രമേ കുട്ടികളെ വണ്ടിയിലേക്ക് കേറാൻ വിടുള്ളൂ. അങ്ങനെയുള്ള ഒരു എന്താ പറയാ സ്കൂളിന്റെ ഹെഡ് മിസ്ട്രസ് അതായത് പ്രിൻസിപ്പലാണ് അതൊക്കെ ചെയ്യുക. അങ്ങനെ ചെറുത് വലുത് അങ്ങനത്തെ ഒന്നുമില്ല. ടീച്ചേഴ്സ് എല്ലാരും ഒരു ഈക്വാലിറ്റി ഉള്ളൊരു സമൂഹാണ് ഇവിടെ. അവിടെ മരങ്ങളൊക്കെ ഫുൾ പൂത്ത് കായ്ച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ക്യൂവിൽ പോയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. പിന്നെ നമ്മള് വീട്ടിലെത്തി ചേച്ചി നല്ല സേമിയ പായസമൊക്കെ ഉണ്ടാക്കി തന്നിരുന്നു. ചോറിന്റെയൊക്കെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. കാരണം ഇപ്പൊ ഞാൻ ഇവിടുന്ന് ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കുമ്പോൾ നമുക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവുമല്ലോ. നമ്മൾ ഉണ്ടാക്കി തന്നെ കഴിക്കുന്നു. പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്നൊന്നും നമ്മള് നാടൻ ഫുഡും നമ്മളെ ചോറും കറിയൊന്നും കിട്ടൂലല്ലോ. അവിടെ പോയപ്പോ ചേച്ചി ചോറും കറിയൊക്കെ ആക്കി തന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. ഇതാണ് നമ്മളെ സിദ്ധാർത്ഥ്. അശ്വതി ചേച്ചിയുടെയും പ്രവീൺ ചേട്ടന്റെയും മോനാണ്. നല്ലൊരു കുഞ്ഞാണ്. ഹാപ്പി ഹാപ്പി ബേബിയാണ്. അപ്പൊ അവനിങ്ങനെ കാണിച്ചു തരാന്ന് എനിക്ക്. ഇതാണ് അങ്ങനെയൊക്കെ അവൻ എനിക്ക് കാണിച്ചു തരുന്നതാണ്. പിന്നെ എല്ലാരും കുറച്ച് ക്യാമറ ഷൈ ആട്ടോ. ഞാനടക്കം അങ്ങനെയാണ്. ഞാനിനി മാറി വരുമായിരിക്കും. കാരണം ഇത് എനിക്കിഷ്ടമുള്ള കാര്യമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ ക്യാമറയിൽ മുന്നിൽ വന്നല്ലേ പറ്റുള്ളൂ. അപ്പൊ ഒരു ദിവസം ഞാനും കറേജ് എടുത്തിട്ട് വരും. അപ്പൊ ഇതും അതിന്റെ മുകളിലുള്ള വ്യൂ ആണ്. പിന്നെ ഈ സിഡ്നി ന്റെ ഒരു ടൗൺ വ്യൂ ആണിത്. വണ്ടികളൊക്കെ പോകുന്നുണ്ട്. കുറേ പച്ചപ്പുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ സിഡ്നി ബ്രിഡ്ജ് കാണാൻ പറ്റുമെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് കുറേ ദൂരവും പിന്നെ രാത്രി ആയിക്കൊണ്ടിരിക്കുന്നോണ്ട് അത്ര വിസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാണ് അവര് താമസിക്കുന്ന ഫ്ലാറ്റിന്റെ മോളത്തെ വ്യൂ ആണ്. പിന്നെ നമ്മൾ മൂന്നാളും ഒന്ന് വെറുതെ നടക്കാൻ ഇറങ്ങി. അവിടെ പാർക്കൊക്കെ ഉണ്ട്. എല്ലാ സ്ഥലത്തും പാർക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് കുറച്ച് നടന്ന് പോവാ വിചാരിച്ചു. അന്നേരം 2 ടർക്കി കോഴികൾ ഉണ്ടായിരുന്നു. നമ്മളെ നാട്ടിലൊക്കെ ഞാൻ ഇതിനെ കൂട്ടിലാണ് കണ്ടിട്ടുള്ളത്. ഇങ്ങനെ ലൈവായിട്ട് നടന്നു പോകുന്നതൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ അതും ഒപ്പിയെടുത്തു. പിന്നെ കാറ്റോസിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവിടെ. നമ്മളെ തത്തകളില്ലേ. അപ്പൊ അതിനെയും ഞാൻ വീഡിയോ എടുത്തു. പിന്നെ ഇതിന് ഞാൻ എന്റെ മുന്നിലത്തെ വീഡിയോസിലൊക്കെ കുറെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷെങ്കിൽ ഈ പക്ഷിനെ കാണുമ്പോ എനിക്ക് വീണ്ടും ഒരു ഇതെടുക്കണം, ഇനിയും വീഡിയോയിൽ ഇടണം എന്നുള്ള ഒരു ആഗ്രഹമാണ്. പിന്നെ നമ്മള് പാർക്കിൽ പോയി. സിദ്ധാർത്ഥിനൊരു പിന്നെ മിനി ഡ്രോൺ ഉണ്ടായിരുന്നു. അവൻ അത് ഫ്ലൈ ചെയ്യാനുള്ള എക്സൈറ്റ്മെന്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോ അത് അവൻ അത് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തു. കാരണം എന്താ വെച്ചാല് ഭയങ്കര ഹാപ്പി ആയിരുന്നു. സോ ഞാൻ വിചാരിച്ചു ആ വീഡിയോ കൂടി എടുക്കാം. അങ്ങനെ അത് അവൻ നല്ല പ്രോപ്പർ ആയിട്ട് ഫ്ലൈ ചെയ്തു. എന്നിട്ട് കറക്റ്റ് അവിടെ തന്നെ അത് അവൻ പ്രോപ്പർ ആയിട്ട് ലാൻഡും ചെയ്തു. ആ കുഞ്ഞിന്റെ മുഖത്തുള്ള സന്തോഷം ഇറ്റ് വാസ് ലൈക്ക് ബ്യൂട്ടിഫുൾ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ എന്തായാലും ഞാൻ ഇതിനകത്ത് ഇടണമെന്ന്. അങ്ങനെ അവനത് നല്ല രീതിയിൽ പറപ്പിച്ച് കൊണ്ടുവന്ന് അവിടെ ലാൻഡ് ചെയ്യുന്ന ഇതാ നിങ്ങൾ കാണുന്നത്. അപ്പൊ അവന്റെ മുഖത്തുള്ള ആ ഒരു ലൈറ്റ് കത്തിയ മാതിരിയായിരുന്നു ഹാപ്പിനെസ്. പിന്നെ ഇതിന്റെ അടുത്ത് തന്നെ ഒരു ലെയ്ൻ കോവ് നാഷണൽ പാർക്ക് ഉണ്ട്. നമ്മള് സന്ധ്യ ആയതുകൊണ്ട് തന്നെ അങ്ങ് അധികം പോയില്ല. കുറച്ച് താഴെ വരെ നമ്മൾ നടന്ന് ട്രക്കിംഗ് ഒക്കെ പോകാൻ പറ്റും ഈ ഒരു നാഷണൽ പാർക്കില്. അങ്ങനെ നമ്മൾ കുറച്ച് താഴെയെല്ലാം പോയി ഫുൾ മരങ്ങളൊക്കെ ആയിട്ട് നടന്നു പോകേണ്ട വഴിയുണ്ട്. അങ്ങനെ അതൊക്കെ എനിക്ക് ചേച്ചി കാണിച്ചു തന്നു. പിന്നെ ഒരു ദിവസം നമുക്ക് പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഇതാണ് ആ ഒരു ചെറിയൊരു ഒരു കുറച്ച് കാഴ്ചകള് കാണാം. അങ്ങനെ പ്രത്യേകം ഒന്നും ആനിമൽസിനൊന്നും കണ്ടില്ല. ജസ്റ്റ് കുറേ മരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ ഇത് ആ പാർക്കിന്റെ സറൗണ്ടിങ്സ് ആണ്. നമ്മൾ വന്ന പാർക്കിന്റെ ഒരു ഭാഗാണ്. ഈ നാഷണൽ പാർക്കൊക്കെ അതിന്റെ ഭാഗാണ്. പിന്നെ പിന്നെ ഇതാണ് ആഹ് ഇവിടെ ആൾക്കാര് എക്സർസൈസ് ചെയ്യുന്നുണ്ട്. കളിക്കാം, ഓടാം, എന്ത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വലിയൊരു ഗ്രൗണ്ടാണ്. ഇവർ താമസിക്കുന്ന വീട്ടിന്റെ അടുത്താണ്. അപ്പോ അങ്ങനെ പിന്നെ അതിന്റെ നേരെ അടുത്തായിട്ട് നമ്മൾ പിന്നെയും നടന്നു പോയപ്പോ ഈ പെറ്റ്സിന്റെ
പാർക്ക്, അതായത് ഡോഗ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള പാർക്ക്, അവർക്ക് വേണ്ടിയിട്ടായിട്ടുള്ള ഒരു പാർക്കൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ കുറേ പട്ടികളെയും കൊണ്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്നെ സന്ധ്യയായി, പിന്നെ മരങ്ങളൊക്കെ പൂത്തു തുടങ്ങി. ഇത് ചിൽഡ്രൻസ് പാർക്കാണ്. നമ്മളിവിടെ വന്നിട്ട് ഊഞ്ഞാലൊക്കെ ആടി, സീസോലൊക്കെ കയറി. അങ്ങനെ രാത്രിയായി. ചേച്ചിയും ചേട്ടനും സിദ്ധാർത്ഥും കൂടി എന്നെ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ വരികയാണ്. അപ്പൊ നേരെ മുമ്പിൽ ഒരു ലൈറ്റ് റെയിലിന്റെ ട്രയൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതൊക്കെ നോക്കിയിരുന്നു. നല്ല പാട്ടൊക്കെ വെച്ചു. ഉം, ഇങ്ങനെ രാത്രി തിരിച്ചു പോവാന്ന്. ഒരു ദിവസം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തു. ചേച്ചിയും ഞാനും മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേട്ടൻ പിന്നെ വന്നു. കാരണം ചേട്ടൻ ഓഫീസിൽ പോകേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് ചേട്ടൻ പിന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. 3 ആൾക്കാരും അടിപൊളിയാണ്. നല്ല മനുഷ്യന്മാരെ പരിചയപ്പെട്ടു. നല്ലൊരു ദിവസം നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തു. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളെല്ലാം ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.